കാട് കയറി കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. ഹൈ ഗൈസ്, വൈഫ് പുതിയ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം. അവിടേക്ക് പോകാനുള്ള വഴി കാട്ടിക്കൊടുക്കാനാകുമ്പോൾ എന്നെ വിളിച്ചോണ്ട് പോയി. 1-2 മണിക്കൂർ കട്ട പോസ്റ്റായ എന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി തിരിച്ചു വരുന്ന വഴിക്ക് ഓരോ ചായ കുടിച്ചു. രാവിലെ ഫുഡ് കഴിച്ചാൽ പോയെങ്കിലും ബജ്ജി ഐറ്റം കണ്ടപ്പോൾ ഓരോ മുളക് ബജ്ജിയും മുട്ട ബജ്ജിയും കഴിച്ചു. എന്തായാലും ഓട്ടം പോകാനുള്ള ധൃതിക്ക് ഞാൻ വേഗം വിട്ടു. തണുപ്പായതിനു ശേഷം ഈ സാധനങ്ങൾ കൊണ്ടല്ലാതെ ഞാൻ ഓട്ടം പോകാറില്ല. ഫുൾ ടൈം തുമ്മലും മൂക്കടപ്പും തലവേദനയൊക്കെയാണ്. വീട്ടിൽ ചെന്ന് ഒട്ടും സമയം പാഴാക്കാതെ നേരെ ഓട്ടം പോയി. നാട്ടിൽ ചെന്നപ്പോഴാണ് ക്രിസ്മസ് പാപ്പൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഏതോ കമ്പനിയുടെ വകയാണ്. എന്തായാലും നമുക്ക് ഭാഗ്യം പോലെ ഒരു ഓട്ടം കിട്ടി. തൃക്കുന്നപ്പുഴ ഭാഗത്തോട്ടൊക്കെ എനിക്ക് ഓട്ടം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഹൈവേ റോഡ് പണിയായതുകൊണ്ട് തന്നെ കടലോര റോഡാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ആറാട്ടുപുഴ ഭാഗങ്ങളിലൊക്കെ സ്ഥിരം റോഡുകൾ കടൽ കയറി പൊളിയാറുണ്ടായിരുന്നു. അടുത്തടുത്ത് തന്നെ ഒരുപാട് പുലിമുട്ടുകൾ വന്നുകൊണ്ട് തന്നെ ആ ഒരു വലിയ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ തണുപ്പ് കാലാവസ്ഥയാണെങ്കിലും ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല വെയിലും കനത്ത ചൂടും. വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ ഇതിൽ ഓട്ടം പോകുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എവിടെയും വണ്ടി ഒതുക്കി കുറച്ചു നേരം ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ അങ്ങനെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, കൊടും ചൂടാണ്. ക്യാഷ് മൊബൈൽ ഹോൾഡറിൽ വെക്കുന്നത് പോക്കറ്റ് വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ മറന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തണുപ്പിക്കാൻ വേണ്ടി നട്ടുച്ച സമയം നോക്കി നമ്മുടെ ഐസുകാരനൊക്കെ വരും. 4 ഫ്ലേവറിലുള്ള ഐസാണ് പുള്ളിയുടെ ഉള്ളത്. അതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഗ്രേപ്പാണ്. പുള്ളി നല്ല വൃത്തിയോടാണ് സാധനം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി കഴിക്കാം. എന്തായാലും അടുത്ത ഓട്ടം കിട്ടിയത് നമുക്ക് കടലോര മേഖലയിലോട്ടായിരുന്നു. 3-4 ഓട്ടം ഞാൻ കിട്ടിയിരുന്നു. ഉള്ളൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. കുടുംബ വീടിന്റെ ഫ്രണ്ടിൽ കാട് കയറി കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ചെറിയ അനക്കം കാണാം. ഇന്നെന്തായാലും അതെന്താണെന്ന് നോക്കാൻ വേണ്ടി തീരുമാനിച്ചു. അനിയനെ കൊണ്ട് ലൈറ്റ് പിടിപ്പിച്ചിട്ട് ഞാനൊരു മടലെടുത്തിട്ട് പൊക്കി നോക്കിയപ്പോഴാണ് നമ്മുടെ ആമച്ചാര് മുട്ടയിട്ടിരിക്കുകയാണ് അതിനകത്ത്. പാമ്പാണെന്ന് പേടിച്ചിട്ടാണ് നോക്കി. ഇവിടെ പാമ്പിന്റെ ശല്യം ഉള്ളതാണ്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.